നമസ്കാരം. അപ്പം ഞാനിന്ന് ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയും. അപ്പം ഡീറ്റോക്സ് വാട്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഹെൽത്ത് ഡ്രിങ്കാണ്. അത് നമ്മൾ വീക്ക്ലി വൺസ് നമുക്ക് മിനിമം ഒരു വീക്ക്ലി വൺസ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യണം. അല്ലെങ്കിൽ മന്ത്ലി ഒന്നോ രണ്ട് ദിവസങ്ങൾ കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഡെയിലി കൺസ്യൂം ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് റിഫ്രഷിങ് നമ്മുടെ ബോഡി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈലി റിഫ്രഷ് അല്ല, ഒരു ബേസിക്കൽ റിഫ്രഷാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഇൻഗ്രീഡിയൻസ് ആണല്ലോ. ഇനിയും ചിലതൊക്കെ വിറ്റമിൻ സി ഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ചില സ്ഥലത്തൊക്കെ ഓരോ ടൈപ്സ് വെജിറ്റബിൾസ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ കൈ കിട്ടുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പം ഇത് എന്തൊക്കെയാണെന്ന് പറയുന്നത്, കുക്കുംബർ, നമ്മൾ സലാഡ് കുക്കുംബറാണ്. ഇത് പീൽ ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ ജിഞ്ചറാണ്. ഇത് നമ്മുടെ തുളസിയാണ്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് പുതിന ഇലയാണ്. ഇത് വന്നിട്ട് ഒരു നെല്ലിക്ക, ഇതൊന്ന് നാരങ്ങ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ജാറാണ്. ഇത് മോസ്റ്റ്ലി നമുക്ക് വേണ്ടതാണ്. നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ച് നമ്മൾ വയ്ക്കുക. ഇത് ഒരു ഹാഫ് ലിറ്ററിൻ്റെ നമ്മൾ ജാറാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ തിളപ്പിച്ച് മാറ്റിയ വെള്ളം എടുത്ത് നമ്മൾ ഇതിനകത്ത് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നു. ഒരു 8 hours നമ്മൾ മിനിമം 8 hours നമ്മൾ സോക്ക് ചെയ്യുന്നു. വെജിറ്റബിളെല്ലാമായിട്ട് സോക്ക് ചെയ്തിട്ട് അതിന് പിറ്റേ ദിവസം വന്നിട്ട് ആ വെജിറ്റബിൾ മാറ്റിയിട്ട് ആ വാട്ടറാണ് നമ്മൾ വെറും വൈകിട്ട് കുടിക്കുന്നതാണ്. ഡിറ്റോക്സ് വാട്ടറാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. പുതിന ഇലയാണ് ഉണ്ടാകുന്നത്. ഒരു 6-7 കഷ്ണം പുതിന ഇല നമ്മൾ ഇടുന്നു. പിന്നെ വന്നിട്ട് തുളസിയും അതേപോലെ തന്നെ ഒരു 6-7 കഷ്ണം. അത് കഴിഞ്ഞിട്ട് ജിഞ്ചറാണ്. ജിഞ്ചർ ഒരു പീസ് ഇങ്ങനെ സ്ലൈസ് ചെയ്യാം. ഒരു 10 gram വരും. അപ്പോൾ അതിൻ്റെ പീസ് നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത്, അപ്പം ജിഞ്ചറിന് പൊതുവെ സ്കിന്നിന് പാടില്ല. സ്കിന്നെടുക്ക് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. പിന്നെ വന്നിട്ട് നമ്മുടെ നെല്ലിക്ക ഇതിങ്ങനെ സ്ലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നെല്ലിക്ക നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത്രയും കുക്കുമ്പോൾ നമുക്കിടുക. ഓക്കെ, ഫൈനലി നാരങ്ങ, ഒരു നാരങ്ങയാണ്, ഒരു വലിയ പീസ് നാരങ്ങ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനം ഇനി നമ്മൾ വാട്ടർ ഒഴിക്കുക. കേട്ടോ, അപ്പോൾ നമ്മൾ ഡിറ്റോക്സ് വാട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കുക്കുംബർ, ഇഞ്ചി, നാരങ്ങ, തുളസി, പുതിന, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് നമ്മൾ ഇലകളും ആഡ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് നമ്മൾ ഈ ജാർ 1/2 ലിറ്റർ വരുന്ന ജാറിനകത്ത് ഇടുന്നു. നമ്മൾ ഇനി ചെയ്യാവുന്നത് 1/2 ലിറ്റർ തണുപ്പിച്ച വെള്ളം, തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ നമ്മൾ ആ വെള്ളം എടുത്ത് ഒഴിച്ച് നമ്മൾ ജാറ് അടച്ച് ഒരു 8 മണിക്കൂർ, രാത്രി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി 8 മണിക്കൂർ, രാവിലെ ഏർലി മോർണിംഗിൽ എടുത്ത് അതിനെ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഇത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒഴിക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ അതിനെ നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കാൻ പോവാണ്. ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇതേപോലെ റബ്ബർ ജാറുള്ള ഗ്ലാസ് ബോട്ടിൽ അടച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ഇത് വയ്ക്കുക, ഒരു 8 hours വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഗ്ലാസ്സിൽ സ്ട്രെയിൻ ചെയ്തിട്ട് അരിച്ചിട്ട് കുടിച്ചാൽ മതി ഒരു വയറ്റിൽ. പിന്നെ അത് ആരോഗ്യത്തിന് നല്ലതാണ്. അത് ഡെയിലി കൺസ്യൂം ചെയ്യൽ, അത് അളവിന് വേണം കൺസ്യൂം ചെയ്യാൻ. എന്തായാലും ഇത് ഫ്രൂട്ട്സ് ആയാലും എന്തായാലും ഭക്ഷണം ഏത് സാധനം ആയാലും നമുക്ക് ഒരു ഹൈലി ആയിട്ട് ഒന്നുമല്ല, അത് എന്തായാലും അളവിന് മാത്രമല്ല. അത് അമൃതമായാലും ശരി തന്നെ അളവിനുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെയാണ് ഇത് കൂടുതലും കൺസ്യൂം ചെയ്തിട്ട് അത് മന്ത്ലി 2 തവണ അല്ലെങ്കിൽ വീക്ക്ലി 1 തവണ റെയറാണ്. ബോഡി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈലി റിഫ്രഷ് അല്ല, ഇതൊന്ന് ജസ്റ്റ് ഒരു റെമഡി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു
ആയുർവേദിക് റെമഡി പോലത്തെ ഒരു സംഭവമാണ് അത്. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീടോക്സ് ഓട്ട റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ 8 മണിക്കൂർ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത്ര വെള്ളം ഇങ്ങനെ കലങ്ങൽ പോലെ അപ്പോൾ എന്തായാലും ഞാൻ കുടിച്ചു നോക്കാം എങ്ങനെയാണ് ഫ്ലേവർ. ഹെൽത്തി വാട്ടറാണ്. വെജിറ്റബിൾസിൻ്റെ ഫ്ലേവർ ഉണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കാൻ കയ്പ്പാണ്. അപ്പോൾ രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. ഇത് ഹെൽത്ത് ഡ്രിങ്കാണ്. ഇത് ഹെൽത്ത് ഡ്രിങ്കാണ്. ഇത് ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് അല്ല, ഹെൽത്ത് ഡ്രിങ്ക് ഇതാണ്.